أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്നും ബദറിന് തൊട്ട് ശേഷമുള്ള ചില സംഭവങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്നതാണ്. ചരിത്രത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ ഭർത്താവ് അബുൽ ആസ് മുസ്ലിമായത് സംബന്ധിച്ച സംഭവം ഇപ്രകാരം വരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റി 6-ാം വർഷം ജമാദിയുൽ ഊല മാസം സെയ്ദ് ബിൻ ഹാരിസയുടെ നേതൃത്വത്തിൽ ഒരു സൈനിക സംഘത്തെ ഈസ് എന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. ഈസ് മദീനയിൽ നിന്നും 4 ദിവസത്തെ യാത്രാ ദൈർഘ്യമുള്ള സ്ഥലമാണ്. ഈ ദിവസ ദൈർഘ്യം എന്ന് പറയുന്നതിനെ കുറിച്ച് ചരിത്രകാരന്മാർ വിവരിക്കുന്നത്, ഒരു ദിവസ ദൈർഘ്യം എന്ന് പറയുന്നത് 12 മൈൽ ദൂരമാണ്. ആ നിലക്ക് ഈ സ്ഥലം 48 മൈൽ ദൂരെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഈ യുദ്ധസംഘത്തെ പറ്റിയുള്ള മറ്റു വിവരണങ്ങൾ ഇപ്രകാരമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വർഷം 6 ജമാദിൽ ഊലയിൽ സെയ്ദ് ബിൻ ഹാരിസയെ 70 സഹാബാക്കളുമായി മദീനയിൽ നിന്നും സൈന്യാധിപനായി നിയോഗിച്ചുകൊണ്ട് പറഞ്ഞയച്ചു. ഈ യുദ്ധ നീക്കത്തിനുള്ള കാരണം ഇതായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുറൈശികളുടെ ഒരു സംഘം സിറിയയിൽ നിന്നും മക്കയിലേക്ക് വരുന്നതായി അറിയിപ്പ് ലഭിച്ചപ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യ സംഘത്തെ പറഞ്ഞയച്ചത്. അവരുടെ കച്ചവട സംഘത്തിൻ്റെ ഉദ്ദേശം മുസ്ലിങ്ങൾക്ക് മേൽ വീണ്ടും ആക്രമണം നടത്തണം എന്നതായിരുന്നു, യുദ്ധം ചെയ്യണം എന്നതായിരുന്നു. ഏതായാലും മുസ്ലിങ്ങൾ അവരെ തടയുകയും അവരുടെ സാധന സാമഗ്രികൾ പിടിച്ചെടുക്കുകയും ചിലരെ ബന്ദികളാക്കുകയും ചെയ്തു. ഈ ബന്ദികളിൽ ഒരാൾ അബുൽ ആസും ഉണ്ടായിരുന്നു. ഹജരത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തുമുൻ നബീൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, ഈസിലേക്ക് പോയ സംഘത്തിൽ പിടിക്കപ്പെട്ട ബന്ദികളിൽ അബുൽ ആസ് ബിൻ റബിയും ഉണ്ടായിരുന്നു. ഇദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാമാതാവായിരുന്നു. മാത്രമല്ല ഹജരത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത ബന്ധുവുമായിരുന്നു. ഇതിനു മുമ്പ് ബദർ യുദ്ധത്തിലും അദ്ദേഹം ബന്ദിയാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മക്കയിലെത്തിയാൽ തൻ്റെ മകൾ ഹസരത് സൈനബിനെ മദീനയിലേക്ക് അയക്കണം എന്ന നിബന്ധന വെച്ചായിരുന്നു വിട്ടയച്ചിരുന്നത്. അബുലാസ് ആ വാഗ്ദാനം നിറവേറ്റി. എന്നാൽ സ്വയം തന്നെ ഷിർക്കിൽ തുടർന്നു പോവുകയാണ് ഉണ്ടായത്. സെയ്ദ് ബിൻ ഹാരിസ അദ്ദേഹത്തെ ബന്ദിയാക്കി മദീനയിൽ എത്തിച്ചപ്പോൾ രാത്രിയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഏതോ വിധത്തിൽ ഹസരത്ത് സൈനബിന് താൻ ഇങ്ങനെ ബന്ദിയായി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണമെന്നും സന്ദേശം എത്തിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബാക്കളും സുബഹി നമസ്കാരത്തിൽ ആയിരുന്നപ്പോൾ ആ സമയത്ത് തന്നെ ഹസരത്ത് സൈനബ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അല്ലയോ മുസ്ലിങ്ങളെ, ഞാൻ അബുൽ ആസിന് അഭയം നൽകിയിരിക്കുന്നു. നമസ്കാരത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു,
സൈനബ് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടുവല്ലോ. അള്ളാഹു ആണ്, എനിക്ക് അതേക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഞാൻ അറിയാത്ത സംഗതിയാണിത്. എന്നാൽ വിശ്വാസികളുടെ ജമാഅത്ത് ഒരു ശരീരം പോലെയാണ്. അതിൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കാഫിറിന് അഭയം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് മറ്റുള്ളവരും ആദരിക്കേണ്ടതും പരിഗണിക്കേണ്ടതുമാണ്. തുടർന്ന് സൈനബിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ അഭയം നൽകിയ ആൾക്ക് ഞങ്ങളും അഭയം നൽകിയിരിക്കുന്നു. ഈ യുദ്ധ നീക്കത്തിൽ അബുൽ ആസിൽ നിന്നും കിട്ടിയ സമ്പത്ത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. തുടർന്ന് വീട്ടിൽ തിരിച്ചെത്തി തൻ്റെ മകൾ സൈനബിനോട് ഇപ്രകാരം പറഞ്ഞു, അബുൽ ആസിന് നല്ലപോലെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക. എന്നാൽ അദ്ദേഹത്തോടൊപ്പം തനിച്ച് കഴിയരുത്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹവുമായി തനിച്ച് കഴിയുന്നത് അനുവദനീയമല്ല. ഏതാനും ദിവസങ്ങൾ മദീനയിൽ തങ്ങിയ ശേഷം അബുലാസ് മക്കയിലേക്ക് തിരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹം മക്കയിലേക്ക് പോയത് അവിടെ തങ്ങാനായിരുന്നില്ല. കാരണം അദ്ദേഹം അവിടെ എത്തി എത്രയും വേഗം തൻ്റെ ഇടപാടുകളെല്ലാം തീർത്ത ശേഷം ഷഹാദത്ത് കലിമ ചൊല്ലി മദീനയിലേക്ക് തിരിച്ചു വരാനായിരുന്നു പോയിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിലെത്തി അദ്ദേഹം മുസ്ലിമായി. അതേ തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് സൈനബിനെ നിക്കാഹ് പുതുക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ചില നിവേദനങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഹസ്രത്ത് സൈനബുമായ അബുൽ ആസിന്റെ നിക്കാഹ് വീണ്ടും നടത്തിയെന്നും പറയുന്നുണ്ട്. എന്നാൽ നിക്കാഹ് ആവശ്യമില്ലായിരുന്ന എന്ന ഹദീസ്, ആ നിവേദനങ്ങളാണ് കൂടുതൽ ശരിയായതും പ്രബലമായതും. ഇതിൽ നിന്നും കിട്ടുന്ന ഒരു പാഠം, ഒരു വിധി എന്ന് പറയുന്നത്, ഏതെങ്കിലും സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ കുഫ്ർ കാരണം അയാളുമായി അകന്ന് കഴിയുകയാണെങ്കിൽ ഭർത്താവ് വിശ്വാസിയായാൽ പിന്നെ വീണ്ടും നിക്കാഹ് നടത്തേണ്ട കാര്യമില്ല. ഹസരത്ത് സൈനബ് തൻ്റെ ഭർത്താവ് മുസ്ലിം ആയതിനു ശേഷം കൂടുതൽ കാലം ജീവിച്ചില്ല. ഹിജ്രി 8-ാം വർഷം അവർ വഫാത്തായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഹസരത്ത് ഉമ്മു ഐമൻ, ഹസരത്ത് സൗദ, ഹസരത്ത് ഉമ്മു സൽമ, ഹസരത്ത് ഉമ്മു അത്തിയ എന്നിവരാണ് അവരെ കുളിപ്പിച്ചത്. ഹസരത്ത് ഉമ്മ അത്തിയ നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളുടെ മൃതദേഹം കുളിപ്പിക്കാൻ കൽപ്പിച്ചപ്പോൾ അവരോട് ഇപ്രകാരം പറഞ്ഞു, അവരുടെ വലതുഭാഗത്തു നിന്നും വുളു ചെയ്യുന്ന അവയവങ്ങളിൽ നിന്നും ശുചിയാക്കാൻ തുടങ്ങുക. മറ്റൊരു നിവേദനത്തിൽ അതിൻ്റെ വിശദീകരണം പ്രകാരം വരുന്നു. ഹജരത്ത് ഉമ്മ അത്തിയ നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് വഫാത്തായ ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഇപ്രകാരം നിർദ്ദേശിച്ചു, അവളെ ഒറ്റയായി, അതായത് 3-5 തവണ കുളിപ്പിക്കുക. 5-ാമത്തെ പ്രാവശ്യം കർപ്പൂരമിടുക. അങ്ങനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിവരം നൽകുക. അവർ പറയുന്നു, ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം നൽകിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഒരു മുണ്ട് അതുകൊണ്ട് അവരുടെ ശരീരത്തിൽ മൂടാൻ പറഞ്ഞു, കഫൻ നൽകാൻ പറഞ്ഞു. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നമസ്കരിക്കുകയും സ്വയം ഖബറിൽ ഇറങ്ങി തൻ്റെ പ്രിയ പുത്രിയെ മറമാടുകയും ചെയ്തു. ഹസരത്ത് സൈനബിന് 2 മക്കളുണ്ടായിരുന്നു, അലിയും ഉമാമയും. ഒരു നിവേദന പ്രകാരം അലി ചെറിയ പ്രായത്തിൽ തന്നെ വഫാത്തായി. എന്നാൽ മറ്റൊരു നിവേദനത്തിൽ പക്വ പ്രായമെത്തിയ ശേഷമാണ് എന്നും പറയുന്നു. ഇബ്നു അസാക്കിർ എഴുതുന്നു, യർമൂക്ക് യുദ്ധത്തിലാണ് അദ്ദേഹം ഷഹീദായത്. മക്ക ഫത്ഹ് വേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അദ്ദേഹവും സവാരി ചെയ്തു വരുന്നുണ്ടായിരുന്നു. ഹജരത്ത് ഉമാമയെ പറ്റി പറയുന്നത്, ഹജരത്ത് അലി ഹജരത്ത് ഫാത്തിമയുടെ വഫാത്തിന് ശേഷം അവരെ വിവാഹം ചെയ്തു എന്നാണ്. ഹജരത്ത് അബുൽ ആസിന്റെ കച്ചവടങ്ങൾ മക്കയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മദീനയിൽ സ്ഥിരതാമസത്തിന് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് മുസ്ലിം ആയതിനു ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും അനുവാദം വാങ്ങി അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചുപോയി. മക്കയിൽ താമസിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഹജരത്ത് അലിയുടെ നേതൃത്വത്തിൽ അയച്ച ഒരു യുദ്ധസംഘത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചത്. ഹജരത്ത് അലി യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ യമനിലെ ഗവർണറായി നിശ്ചയിച്ചു. ഹജരത്ത് സൈനബിന്റെ വഫാത്തിന് ശേഷം അബുൽ ആസും നീണ്ടകാലം ജീവിച്ചിരുന്നില്ല. ഹിജ്റ വർഷം 12 അദ്ദേഹം വഫാത്താവുകയുണ്ടായി.
ഹജ്രത് സാഹിബ്സാദ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് അബുൽ ആസിനെ പറ്റി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തുഷ്ടി പ്രകടിപ്പിച്ചതായി വിവരിച്ചുകൊണ്ട് ഇപ്രകാരം എഴുതുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാമാതാവ് അബുൽ ആസ് ബിൻ റബി ഹദരത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്ത ബന്ധു, അതായത് സ്വന്തം സഹോദരി പുത്രനായിരുന്നു. മുഷ്രിഖായിരുന്നെങ്കിലും തൻ്റെ ഭാര്യയുമായി നല്ല രീതിയിലാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. മുസ്ലിം ആയതിനു ശേഷം ഇരുവരുടെയും ബന്ധം വളരെ നല്ല നിലയിൽ തന്നെ തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിലക്ക് അബുൽ ആസിനെ വളരെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അദ്ദേഹം എൻ്റെ മകളുമായി നല്ല നിലയിലാണ് വർത്തിച്ചിരുന്നത്. അബുൽ ആസ് ഹജരത് അബൂബക്കറിന്റെ ഖിലാഫത്ത് കാലത്ത് ഹിജ്റ വർഷം 12 വഫാത്തായി. അതേസമയം അദ്ദേഹത്തിന്റെ ഭാര്യ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെടുകയും ഉണ്ടായി. ഈ നിവേദനം നേരത്തെ ഒരു നിവേദനത്തിൽ ഹജരത് അലി അദ്ദേഹത്തെ ആമിൽ ഗവർണറായി നിശ്ചയിച്ചിരുന്നു എന്ന് പറയുന്നതിന് സംശയഗ്രസ്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകൾ ഉമാമയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വളരെ ഇഷ്ടമായിരുന്നു. ഹജരത് അലി റളിയല്ലാഹു അൻഹു ഹജരത് ഫാത്തിമയുടെ വഫാത്തിന് ശേഷം അവരെ വിവാഹം കഴിച്ചിരുന്നു. എന്നാൽ അതിൽ മക്കളൊന്നും ഉണ്ടായിട്ടില്ല. സവീഖ് യുദ്ധം ഹിജ്റ വർഷം 2 ദുൽഹിജ്ജ മാസത്തിലാണ് നടന്നത്. ഈ യുദ്ധത്തിനുള്ള കാരണം ഇപ്രകാരമാകുന്നു. മുശ്രിക്കീങ്ങൾ പരാജിതരായി മക്കയിലേക്ക് തിരിച്ചു പോയപ്പോൾ അബൂ സുഫിയാൻ തൻ്റെ തലയിൽ എണ്ണ തേക്കില്ല, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബാക്കളോടും ബദറിനു പകരം ചോദിക്കാതെ കുളിക്കുകയില്ലെന്നു ശപഥം ചെയ്തിരുന്നു. അബൂ സുഫിയാൻ ഒരു നിവേദനം അനുസരിച്ച് 50 സവാരികളുമായി, അതുപോലെ മറ്റൊരു നിവേദന പ്രകാരം 200 കുതിര സവാരികളുമായി തൻ്റെ ശപഥം നിറവേറ്റാൻ വേണ്ടി പുറപ്പെട്ടു. മദീനയിലേക്കുള്ള സാധാരണ വഴിയിൽ നിന്ന് മാറി നജദ് വഴിയാണ് പുറപ്പെട്ടത്. അദ്ദേഹം കനാദ് താഴ്വരയുടെ അടുക്കലെത്തിയപ്പോൾ യതീബ് എന്ന പേരുള്ള മലയ്ക്ക് അടുത്ത് താവളമടിച്ചു. ഇത് മദീനയിൽ നിന്നും ഏകദേശം 12 മൈൽ ദൂരെയാണ്. കനാദ് മദീനയും ഉഹദിനും ഇടയിൽ മദീനയിലെ അറിയപ്പെടുന്ന 3 താഴ്വരകളിൽ ഒന്നാകുന്നു. അദ്ദേഹം രാത്രി പുറപ്പെടുകയും രാത്രി തന്നെ ബനു നദീർ ഗോത്രത്തിലേക്ക് പോകുകയും ചെയ്തു. ഹുയ് ബിൻ അക്തബിന്റെ വീട്ടിലെത്തി വാതിൽ മുട്ടി. എന്നാൽ അയാൾ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് അബൂ സുഫിയാൻ ബനു നദീറിന്റെ നേതാവും ഖജാൻജിയുമായ സലാം ബിൻ മുഷ്കമിന്റെ അടുക്കലെത്തി. അബൂ സുഫിയാൻ സമ്മതം ചോദിക്കുകയും അയാൾ സമ്മതം നൽകുകയും ചെയ്തു. അദ്ദേഹത്തെ നല്ലപോലെ സൽക്കരിക്കുകയും ഊട്ടുകയും ചെയ്തു. അയാൾ ജനങ്ങളുടെ രഹസ്യങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതിഗതികളും, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് രീതി എന്തായിരുന്നു അനുവർത്തിച്ചിരുന്നതെന്നും എപ്പോൾ എവിടെ ഉണ്ടാകുമെന്നുമെല്ലാം പറഞ്ഞു കൊടുത്തു. തുടർന്ന് അബൂ സുഫിയാൻ രാത്രിയുടെ അന്ത്യയാമത്തിൽ അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ സുഹൃത്തുക്കളുടെ അടുക്കലെത്തി. പിന്നെ ഖുറൈശികളിലെ ചില ആളുകളെ മദീനയുടെ പ്രാന്തപ്രദേശമായ ഉരൈസ് എന്ന സ്ഥലത്തേക്ക് അയച്ചു. ഉരൈസ് മദീനയിൽ നിന്നും 3 മൈൽ അകലെ ഒരു ഈന്തപ്പന പ്രദേശമാകുന്നു. അബൂ സുഫിയാൻ അവിടെ എത്തി നിരവധി ഈന്തപ്പന വൃക്ഷങ്ങൾ കത്തിക്കുകയും ഒരു അൻസാരിയെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെയും വധിക്കുകയും ചെയ്തു. ഒരു നിവേദനത്തിൽ ഈ അൻസാരിയുടെ പേര് ഹദരത്ത് മഅദ് ബിൻ അംർ എന്നാണ് വന്നിരിക്കുന്നത്. അതിൽ അബൂ സുഫിയാൻ തന്റെ ശപഥം നിറവേറ്റിയെന്നും നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടാണെങ്കിലും അല്പം പകരം വീട്ടിയെന്നും കരുതി സമാധാനിച്ചു. പ്രതികാരാഗ്നി അല്പം ശമിച്ചപ്പോൾ തന്റെ സൈന്യത്തെയും കൊണ്ട് മക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അബൂ സുഫിയാൻ സലാം ബിൻ മിഷ്കമിനെ കണ്ട് തിരിച്ചു വന്ന് രാത്രിയാണ് ഇക്കാര്യം ചെയ്തത് എന്നും പറയപ്പെടുന്നു. ഏതായാലും ജനങ്ങൾ ഇതേപ്പറ്റി അറിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഹജരത്ത് അബൂ ലുബാബ ബഷീർ ബിൻ അബ്ദുൽ മുൻസറിനെ തന്റെ പ്രതിനിധിയായി നിശ്ചയിച്ച ശേഷം ഹിജ്റത്തിന്റെ 22-ാം മാസം ദുൽഹിജ്ജ 5-ാം തീയതി
ഞായറാഴ്ച മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും 200 സഹാബാക്കളെയും കൂട്ടി അവരെ പിന്തുടർന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർക്കറത്തുൽ ഖുദർ എന്ന സ്ഥലത്തെത്തി. കർക്കത്തുൽ ഖുദർ മാദന്റെ പ്രാന്തപ്രദേശമായ അൽ ഹസിയയുടെ സമീപ പ്രദേശമാകുന്നു. ഇതിനും മദീനയ്ക്കുമിടയിൽ 96 മൈൽ അകലമുണ്ട്. ഇത് ബനു സുലൈമിന്റെ തടാകമാണെന്നും പറയപ്പെടുന്നു. ഏതായിരുന്നാലും അബു സുഫിയാനും സംഘവും പാത്തും പതുങ്ങിയും ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ സത്തു പൂരംപൊടിയുടെ കിഴികൾ വലിച്ചെറിയുന്നുമുണ്ടായിരുന്നു. ഒരു തരം ധാന്യപ്പൊടി സത്തു. ഇതായിരുന്നു അവരുടെ പൊതുവായ പാധേയം. മുസ്ലിങ്ങളാകട്ടെ അത് കൈവശപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ യുദ്ധം സവീഖ് യുദ്ധം എന്ന് പറയപ്പെടുന്നു. ഈ ധാന്യപ്പൊടിക്കാണ് സത്തുവിനാണ് സവീഖ് എന്ന് പറയുന്നത്. അബൂ സുഫിയാനും കൂട്ടരും ഓടിപ്പോയിരുന്നു. മുസ്ലിങ്ങൾക്ക് അദ്ദേഹത്തെ പിടികൂടാൻ കഴിഞ്ഞില്ല. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തി. തിരികെ വരുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബാക്കൾ പറഞ്ഞു, അങ്ങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ദൗത്യത്തെയും യുദ്ധമായി ഗണിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, യുദ്ധത്തിനല്ലെങ്കിൽ പോലും ഇത് യുദ്ധം തന്നെയാകുന്നു. സീറത്ത് ഖാത്തുമുൻ നബീനിൽ വന്നിട്ടുള്ള ഇതിന്റെ വിശദീകരണം ഇപ്രകാരമാകുന്നു. ബദർ യുദ്ധത്തിന് ശേഷം അബു സുഫിയാൻ ബദറിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാത്തതിടത്തോളം കാലം ഭാര്യയുടെ സമീപത്ത് പോകില്ലെന്നും തന്റെ മുടിയിൽ എണ്ണ പുരട്ടില്ലെന്നും ശപഥം ചെയ്തിരുന്നു. അങ്ങനെ ബദറിന്റെ 3-4 മാസങ്ങൾക്ക് ശേഷം ദുൽഹജ്ജ് മാസത്തിൽ അബു സുഫിയാൻ ആയുധധാരികളായ 200 ഖുറൈശികളെയും കൂട്ടി മക്കയിൽ നിന്ന് നജദ് വഴി മദീനക്കടുത്തെത്തി. അവിടെ മദീനയ്ക്ക് സമീപം തന്റെ സൈന്യത്തെ വിട്ടുകൊണ്ട് അബു സുഫിയാൻ രാത്രിയുടെ അന്ധകാരത്തിൽ പാത്തും പതുങ്ങിയും യഹൂദി ഗോത്രമായ ബനു നദീറിന്റെ തലവൻ ഹുയൈ ബിൻ അഖ്തബിന്റെ വീട്ടിലെത്തി. അയാളോട് സഹായം അഭ്യർത്ഥിച്ചു. പക്ഷെ അയാളുടെ മനസ്സിൽ തന്റെ ഉടമ്പടിയെ കുറിച്ചുള്ള കുറച്ച് ഓർമ്മ അവശേഷിച്ചിരുന്നു. അങ്ങനെ അയാൾ വിസമ്മതം പ്രകടിപ്പിച്ചു. അയാൾ പറഞ്ഞു, ഞങ്ങൾ സന്ധി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് എന്തെങ്കിലും പറയാനോ നിങ്ങൾക്ക് അഭയം നൽകാനോ ഞങ്ങൾക്ക് സാധ്യമല്ല. പിന്നെ അബു സുഫിയാൻ വീണ്ടും പാത്തും പതുങ്ങിയും ബനു നദീറിന്റെ മറ്റൊരു നേതാവായ സലാം ബിൻ മിഷ്കമിന്റെ വീട്ടിലെത്തി. അയാളോട് മുസ്ലിങ്ങൾക്കെതിരിൽ സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ആ ദുർഭകൻ വളരെ തന്റെ ഇടത്തോടുകൂടി തങ്ങളുടെ ഉടമ്പടിയെ ഗൗനിക്കാതെ അബു സുഫിയാനെ സ്വീകരിക്കുകയും രാത്രി അയാളെ അതിഥിയായി സൽക്കരിക്കുകയും അവിടെ നിർത്തുകയും ചെയ്തു. മാത്രമല്ല അയാളോട് മുസ്ലിങ്ങളെ പറ്റി വാർത്തകൾ ചോർത്തിക്കൊടുക്കുകയും ചാരപ്രവൃത്തി ചെയ്യുകയും ചെയ്തു. നേരം വെളുത്തതിന് മുമ്പ് അബു സുഫിയാൻ അവിടെ നിന്നും തന്റെ സൈന്യത്തിൽ എത്തിച്ചേർന്നു. അയാൾ ഖുറൈശികളുടെ ഒരു സംഘത്തെ മദീനക്കടുത്തുള്ള അരിയിൽ എന്ന താഴ്വരയിൽ മിന്നൽ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചു. ഈ താഴ്വരയിൽ മുസ്ലിങ്ങളുടെ നാൽക്കാലികളെ മേയ്ക്കാൻ വിട്ടിരുന്ന മേച്ചിൽപ്പുറമായിരുന്നു. അത് മദീനയിൽ നിന്ന് കേവലം 3 മൈൽ അകലെയായിരുന്നു. ഒരുപക്ഷെ അബു സുഫിയാന് സലാം ബിൻ മിഷ്കമിൽ നിന്നും ഇതേക്കുറിച്ചായിരിക്കും അറിവ് കിട്ടിയത്. ഖുറൈശികളുടെ ഈ സംഘം അവിടെ എത്തിയപ്പോൾ ആ സമയത്ത് അവിടെ മുസ്ലിങ്ങളുടെ നാൽക്കാലികൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ഒരു മുസ്ലിം അൻസാരിയും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും അവിടെ ഉണ്ടായിരുന്നു. ഖുറൈശികൾ അവർ രണ്ടുപേരെയും പിടികൂടി വളരെ ദാരുണമായി കൊലപ്പെടുത്തി. പിന്നെ ഈന്തപ്പനകൾക്ക് തീ കൊടുത്ത് അവിടെയുള്ള വീടുകളെയും കൂരകളെയും അഗ്നിക്കിരയാക്കി. അബു സുഫിയാൻ തന്റെ താവളത്തിലേക്ക് തിരിച്ചു. അബു സുഫിയാൻ തനിക്ക് ലഭിച്ച ഈ വിജയത്തെ തന്റെ ശബ്ദം പൂർത്തിയാക്കിയതായി ഗണിച്ചുകൊണ്ട് സൈന്യത്തോട് തിരിച്ചു പോകാൻ കൽപ്പിച്ചു. മറുഭാഗത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അബൂ സുഫിയാന്റെ ആക്രമണത്തെപ്പറ്റി അറിവ് ലഭിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ ഒരു സംഘവുമായി അയാളെ പിന്തുടർന്നു പോയി. അബൂ സുഫിയാൻ തന്റെ വിജയത്തെ സംശയാസ്പദമാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾക്ക് അയാളുടെ സൈന്യത്തിന്റെ അടുക്കലെത്താൻ കഴിയാതിരിക്കാൻ അയാൾ ഒരു ഉന്മാദിയെ പോലെ ശീഘ്രം കുതിച്ചു മുന്നേറി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മദീനയിലേക്ക് തിരിച്ചെത്തുകയുണ്ടായി. ഇതേ തുടർന്ന് അബൂ സുഫിയാൻ തിരിച്ചു പോരുമ്പോൾ ഉണ്ടാകുമെന്ന ഭയം കാരണവും തങ്ങളുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടി തങ്ങളുടെ പക്കലുണ്ടായിരുന്ന സവീഖ്
സത്തുയുടെ കിഴികൾ വഴിയിൽ വലിച്ചെറിയുന്നുണ്ടായിരുന്നു. സവീഖ് യുദ്ധത്തെ പറ്റി പറയുന്നു. ഈ പേരിലുണ്ടായ യുദ്ധം ഉഹദ് യുദ്ധത്തിന് ശേഷം ഹിജ്റ വർഷം 4-ാം വർഷമാണ് ഉണ്ടായത്. തബരി എന്ന ചരിത്രകാരൻ സവീഖ് എന്ന പേരുള്ള 2 യുദ്ധങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഒന്ന് ബദറിന് മുമ്പ് നടന്നത്, ഒരുപക്ഷെ ഉഹദ് എന്നായിരിക്കും വേണ്ടിയിരുന്നത്, അതിനെപ്പറ്റിയായിരിക്കും ഇവിടെ വിവരിച്ചത് ഇപ്പോൾ. രണ്ടാമത്തെ ഉഹദിന് ശേഷം ഉണ്ടായതാണ്. എന്നാൽ മറ്റ് നബി ചരിത്ര ഗ്രന്ഥങ്ങളിൽ സീറത്ത് ഇബ്നു ഹിഷാം, സുബുലുൽ ഹുദ തുടങ്ങിയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ യുദ്ധത്തിന് ബദറുൽ മൗഈദ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഈ യുദ്ധത്തെ പറ്റിയും അല്പം വിവരിക്കാം. ചുരുക്കി സംഗ്രഹിച്ച് ഇവിടെ പറയാം. അബൂ സുഫിയാൻ ഉഹദ് ദിവസം തിരിച്ചു പോകാൻ തീരുമാനിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ 1 വർഷത്തിനു ശേഷം ബദ്രു സുഫ്രയെ പറ്റി വാഗ്ദാനമുണ്ട്. നമുക്ക് അവിടെ വെച്ച് ഏറ്റുമുട്ടാം. ബദ്രു സുഫ്ര അറബികളുടെ ഒരുമിച്ച് കൂടുന്ന ഒരു ചന്തയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉമറിനോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ശരി എന്ന് പറയൂ. ജനങ്ങൾ ഈ വാഗ്ദാനത്തിന് ശേഷം പിരിഞ്ഞുപോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാനോട് ചെയ്ത വാഗ്ദാനം അനുസരിച്ച് അടുത്ത വർഷം ബദറിലേക്ക് തിരിച്ചു. അവിടെ എത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാനെ പ്രതീക്ഷിച്ച് 8 രാത്രികൾ കഴിച്ചുകൂട്ടി. അബൂ സുഫിയാൻ മക്കക്കാരോടൊപ്പം മറ സുഹ്റാന്റെ പ്രാന്തപ്രദേശമായ മജ്ജന്നയിൽ എത്തി തമ്പടിച്ചു. മജ്ജന്ന മക്കയിൽ നിന്നും ഏതാനും മൈൽ അകലെ മറു സുഹ്റാനിൽ സഫർ മലക്ക് സമീപമുള്ള ഒരു പട്ടണമാണ്. ഏതായാലും അവിടെ വഴിയില്ലെന്ന കാരണവും പറഞ്ഞ് അയാൾ തൻ്റെ സുഹൃത്തുക്കളുമായി തിരിച്ചുപോയി. മുന്നോട്ട് വരാൻ ധൈര്യമുണ്ടായില്ല. മക്കക്കാർ ഈ യുദ്ധ സൈന്യത്തെ ജയ്ഷു സവീഖ് എന്നാണ് പറയുന്നത്. കാരണം അവർ സത്തു കഴിച്ചുകൊണ്ടായിരുന്നു യാത്ര പുറപ്പെട്ടത്, പുറപ്പാട് നടത്തിയത്. ആദ്യത്തെ ഈദുൽ അദ്ഹയെ പറ്റി പറയുന്നു. ഹിജ്റ 2-ാം വർഷം സവീഖ് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ അദ്ഹിയ വലിയ പെരുന്നാൾ അനുഷ്ഠിച്ചു. ഇത് മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഈദുൽ അദ്ഹിയ ആയിരുന്നു. ദുൽഹജ്ജ മാസം 10-ാം തീയതി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബാക്കളെയും കൂട്ടി മദീനയ്ക്ക് പുറത്തുപോയി. ജമാഅത്തായി നമസ്കരിക്കുകയും അവിടെ തന്നെ തൻ്റെ പരിശുദ്ധ കരങ്ങളാൽ ബലി നൽകുകയും ചെയ്തു, കുർബാനി നൽകി. ഒരു നിവേദനത്തിൽ പ്രകാരം വന്നിരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖൈനുഖാ യുദ്ധത്തിൽ നിന്ന് തിരിച്ച് മദീനയിലെത്തിയപ്പോൾ ഈദുൽ അദ്ഹിയയുടെ ദിവസമെത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുർബാനി ചെയ്യാൻ കഴിവുണ്ടായിരുന്ന സഹാബാക്കളും ദുൽഹിജ്ജ 10-ന് ബലി നൽകുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടൊപ്പം ഈദ്ഗാഹിലെത്തി. അവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഈദുൽ അദ്ഹിയ നമസ്കരിപ്പിച്ചു. ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സ്വഹാബാക്കൾക്ക് നേതൃത്വം നൽകിയ ഈദ് നമസ്കാരം. അവിടെ ഈദ്ഗാഹിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ ബലി അറുക്കുകയുണ്ടായി. അത് ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ ബനു ഖൈനുഖാ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്ന് ദുൽഹിജ്ജ 10-ാം തീയതി ബലി അറുക്കുകയുണ്ടായി. ഇതാണ് മുസ്ലിങ്ങൾക്ക് മുന്നിലുണ്ടായ ആദ്യത്തെ ബലി. ഞങ്ങൾ ബനു സൽമയിലാണ് ബലി നൽകിയത്. ഞാൻ കുർബാനികളെ എണ്ണിയപ്പോൾ പ്രസ്തുത ദിവസം ആ സ്ഥലത്ത് 70 കുർബാനികൾ നടന്നതായി മനസ്സിലായി. ഇത് താരിഖ് തബരിയിലുള്ള ഉദ്ധരണിയാണ്. ഇത് സംബന്ധിച്ച് ഹസരത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബീനിൽ എഴുതുന്നു. ഇതേ വർഷം ദുൽഹജ്ജ് മാസത്തിൽ ഇസ്ലാമിൻ്റെ 2ാമത്തെ ഈദ്, അതായത് ഈദുൽ അദ്ഹയ്ക്ക് തുടക്കം കുറിച്ചു. ഇത് ദുൽഹജ്ജ് മാസം 10-ാം തീയതി ലോകമെമ്പാടും മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നു. ഓരോ സത്യവാനായ മുസ്ലിമിൻ്റെയും ഈ യഥാർത്ഥ ഈദിൽ നമസ്കാരം കൂടാതെ കഴിവുള്ള ഓരോ മുസ്ലിമും തൻ്റെ വകയായി എന്തെങ്കിലും നാൽക്കാലികളെ ബലി നൽകി അതിൻ്റെ മാംസം തൻ്റെ ബന്ധുമിത്രാദികൾക്കും അയൽക്കാർക്കും മറ്റുള്ളവർക്കും വിതരണം ചെയ്യുകയും സ്വയം ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹസരത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് അല്പം വിശദീകരണം നൽകുന്നത് അടിസ്ഥാനപരമായ കാര്യങ്ങളെ പറ്റിയും അതിനിടയിൽ വരുന്നത് കൊണ്ടാണ്.
ഇങ്ങനെയാണ് കുർബാനിയുടെ ഇറച്ചിയുടെ വിതരണം നടത്തേണ്ടത്. ചുരുക്കത്തിൽ ഇതിൽ അധികയുടെ ദിവസവും അതിനുശേഷവും 2 ദിവസം വരെയും മുഴുവൻ മുസ്ലിം ലോകത്തും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മൃഗങ്ങൾ ദൈവമാർഗത്തിൽ ബലിയർപ്പിക്കപ്പെടുന്നു. അങ്ങനെ മുസ്ലിങ്ങൾക്ക് കർമ്മപരമായും ഹദരത്ത് ഇബ്രാഹിമിൻ്റെയും ഹദരത്ത് ഇസ്മായിലിൻ്റെയും ഹദരത്ത് ഹാജറയുടെയും ത്യാഗങ്ങൾ ജീവസുറ്റതായി നിലനിർത്തുന്നതിനുള്ള അവസരം ലഭിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെയാണ്. ഓരോ മുസ്ലിമും തൻ്റെ യജമാനനും ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ ജീവനും സമ്പത്തും ഓരോ കാര്യങ്ങളും ത്യജിക്കാൻ സന്നദ്ധനാകണമെന്ന് ജാഗ്രതപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഈദും ഈദുൽ ഫിത്തർ പോലെ ഒരു മഹത്തായ ഇസ്ലാമിക ആരാധനയായ ഹജ്ജിൻ്റെ പൂർത്തീകരണത്തിലാണ് അനുഷ്ഠിക്കപ്പെടുന്നത്. ഹദരത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹും ഹിജ്രി 2-ാം വർഷമാണ് ഉണ്ടായത്. ഹദരത്ത് അലി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി ഹദരത്ത് ഫാത്തിമയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സസന്തോഷം അത് അംഗീകരിച്ചു. ഹദരത്ത് അനസ് വിവരിക്കുന്നു, ഹദരത്ത് അബൂബക്കറും ഹദരത്ത് ഉമറും രണ്ടുപേരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി ഹദരത്ത് ഫാത്തിമയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം ദീക്ഷിക്കുകയും അവർക്ക് മറുപടി ഒന്നും നൽകാതിരിക്കുകയും ചെയ്തു. ആദ്യം ഉമറും അബൂബക്കറുമാണ് വിവാഹാഭ്യർത്ഥന നടത്തിയത്. പിന്നീടാണ് ഹദരത്ത് അലി വന്ന് പറഞ്ഞത്. റിവായത്തിൽ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകുന്നുണ്ട്. ഹദരത്ത് അലി വിവരിക്കുന്നു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിലെത്തി പറഞ്ഞു, അങ്ങ് ഹദരത്ത് ഫാത്തിമയെ എനിക്ക് വിവാഹം ചെയ്തു തന്നാലും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം, നിനക്ക് മെഹർ കൊടുക്കാൻ വലുതുമുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ പടച്ചട്ടയും കുതിരകളുമുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കുതിര നിനക്ക് ആവശ്യമുള്ളതാണെന്നും അതുകൊണ്ട് പടച്ചട്ട വിൽക്കുക എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പടച്ചട്ട വിറ്റപ്പോൾ കിട്ടിയ 480 ദിർഹം കൊണ്ടാണ് മഹർ ഏർപ്പാടാക്കിയത്. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദരത്ത് അലി പടച്ചട്ട ഹദരത്ത് ഉസ്മാനാണ് വിറ്റത്. ഹദരത്ത് ഉസ്മാൻ പടച്ചട്ടയുടെ വിലയും കൊടുത്തു, പടച്ചട്ടയും തിരികെ കൊടുത്തു. ഹദരത്ത് അലി പറയുന്നു, ഞാൻ പ്രസ്തുത തുക കൊണ്ടുവന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ വെച്ച് കൊടുത്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഒരു പിടി എടുത്ത് ബിലാലിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി കുറച്ച് സുഗന്ധങ്ങൾ വാങ്ങി വരൂ. വേറെ ചിലരുടെ ഹദരത്ത് ഫാത്തിമയുടെ വിവാഹ സമ്മാനങ്ങൾ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഹദരത്ത് ഫാത്തിമയ്ക്ക് വേണ്ടി ഒരു കട്ടിലും ഈന്തപ്പന നിറച്ച ഒരു തലീണിയും മറ്റും തയ്യാറാക്കി കൊടുത്തു. മഹറിന്റെ ഉപയോഗവും അങ്ങനെയും ആക്കാവുന്നതാണ്. ചിലർ വിവാഹം കഴിഞ്ഞതുകൊണ്ട് മഹർ നൽകിയില്ലെന്ന് പറയാറുണ്ട്. എന്നാൽ ഇവിടെ മഹർ കൊണ്ടാണ് ചിലവുകൾ പൂർത്തിയാക്കിയത് എന്ന് കാണാൻ കഴിയുന്നു. ഒരു നിവേദനത്തിൽ ഹദരത്ത് അലിയുമായുള്ള വിവാഹബന്ധത്തെ പറ്റി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ റബ്ബ് എന്നോട് ഇപ്രകാരം നടത്തുന്നതിന് കൽപ്പന നൽകിയിട്ടുണ്ട്. വിവാഹശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അലിയോട് പറഞ്ഞു, ഫാത്തിമ നിന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എത്തുന്നത് വരെയും അവളോട് സംസാരിക്കരുത്. അങ്ങനെ ഹദരത്ത് ഫാത്തിമ ഹദരത്ത് ഉമ്മ കൂടെ വന്ന് വീടിൻ്റെ ഒരു ഭാഗത്തിരുന്നു, ഞാനും വേറൊരു ഭാഗത്തിരുന്നു. ഹദരത്ത് അലി തുടർന്നു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ സഹോദരൻ ഇവിടെ ഉണ്ടോ? ഉമ്മയമ്മൻ പറഞ്ഞു, അങ്ങയുടെ സഹോദരനോ? അങ്ങ് അദ്ദേഹത്തിൻ്റെ മകളെ അദ്ദേഹം കൊണ്ടാണ് വിവാഹം ചെയ്യിപ്പിച്ചിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തരം ബന്ധത്തിൽ വിവാഹം ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള സഹോദരനുമായി വിവാഹം നടത്താവുന്നതാണ്. ഏതായാലും അത് നേരെ സഹോദരനല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തേക്ക് പോയി ഹദരത്ത് ഫാത്തിമയോട് പറഞ്ഞു, വെള്ളം കൊണ്ടുവരൂ. അവർ എഴുന്നേറ്റ് വീട്ടിലുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വെള്ളം കുറച്ചു നേരം വായിൽ വെച്ച ശേഷം വീണ്ടും പാത്രത്തിലേക്ക് തന്നെ ഇട്ടു. പിന്നെ ഹദരത്ത് ഫാത്തിമയോട് പറഞ്ഞു, മുന്നോട്ടേക്ക് വരൂ. അവർ മുന്നോട്ടേക്ക് വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് മേലും അവളുടെ ശിരസിലും വെള്ളം കുടഞ്ഞുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി ഉഈസുഹ ബിക വസുരിയതഹ മിനശ് ശൈത്താനിർ റജീം. അല്ലാഹുവേ, ഇവളെയും ഇവളുടെ മക്കളെയും ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും നിന്റെ അഭയത്തിലാക്കുന്നു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തോളുകൾക്ക് നടുവിൽ വെള്ളം കൊടഞ്ഞു. പിന്നെ ഹദരത്ത് അലിയോടും അതുപോലെ തന്നെ ചെയ്തു.
തുടർന്ന് ഹദരത്ത് അലിയോട് പറഞ്ഞു, നീ നിന്റെ കുടുംബത്തിലേക്ക് അള്ളാഹുവിന്റെ നാമത്തിലും അനുഗ്രഹത്തിലും പോവുക. അതുപോലെ ഹദരത്ത് അലി നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പാത്രത്തിൽ വുളു ചെയ്യുകയും പിന്നെ അതിലെ വെള്ളം ഹദരത്ത് അലിയും ഹദരത്ത് ഫാത്തിമയും മേൽ കുടയുകയും ചെയ്തു. തുടർന്ന് അല്ലാഹുമ്മ ബാരിക് ഫീഹിമ ഫിഷ്മിലിഹിമ, അള്ളാഹു ഇവർ രണ്ടുപേരുടെയും അവരുടെ കൂടിച്ചേരലും അനുഗ്രഹം നൽകണമേ എന്ന് ദുആ ചെയ്യുകയുണ്ടായി. ഹദരത്ത് ആയിഷയും ഹദരത്ത് ഉമ്മു സൽമയും നിവേദനം ചെയ്യുന്നു, നബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഫാത്തിമയെ ഒരുക്കിക്കൊള്ളുക, ഹദരത്ത് അലിയുടെ അടുക്കിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഞങ്ങൾ ബത്ഹയിലെ മൃദുവായ മണ്ണ് കൊണ്ട് വീട് തേച്ചു. ആദ്യം വീട് വൃത്തിയാക്കി. പിന്നെ ഈന്തപ്പന നാരുകൾ കൊണ്ട് 2 തലയിണകൾ ഞങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് തുന്നിയുണ്ടാക്കി. ഈന്തപ്പഴയും ഉണക്കമുന്തിരിയും ഭക്ഷിക്കാൻ മധുരവെള്ളവും കുടിക്കാനും വെച്ചു. ഒരു തടി കഷ്ണം മുറിയിൽ വെച്ച് വസ്ത്രങ്ങളും മറ്റും പാത്രങ്ങളും മറ്റും തൂക്കാൻ വേണ്ടി വസ്ത്രങ്ങൾ വെക്കാൻ വേണ്ടി മരക്കഷ്ണം വെച്ചു. അതുപോലെ അയൽ പോലെ വസ്ത്രങ്ങൾ തൂക്കാൻ വേണ്ടി വെച്ചു. ഞങ്ങൾ ഫാത്തിമയുടെ വിവാഹത്തെക്കാളും നല്ല ഒരു വിവാഹവും കണ്ടിട്ടില്ല. വലീമ ഈന്തപ്പഴവും പനീറും ഹേസും ആയിരുന്നു. ഹേസ് ഈന്തപ്പഴവും നെയ്യും പനീറും മറ്റും ചേർത്തുണ്ടാകുന്ന ഒരു ഭക്ഷണ വിഭവമാകുന്നു. ഹദരത്ത് അസ്മാ ബിൻത് അമീസ് വിവരിക്കുന്നു, ആ കാലഘട്ടത്തിൽ അതിനേക്കാൾ നല്ല വലീമയും കണ്ടിട്ടില്ല. ഈ വിവാഹവും വലീമയും വളരെ ലാളിത്യത്തിന്റെ മകുടോദാഹരണമായിരുന്നു. ഹദരത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും വിവാഹത്തിന്റെ വിശദാംശങ്ങളെ പറ്റി സീറത്ത് ഖാത്തമുൻ നബീനിൽ ചില കൂടുതൽ വിവരണങ്ങൾ കാണാം. അതും ഇവിടെ കേൾപ്പിക്കുന്നതാണ്, അതും അത്യാവശ്യമാണ്. അതിൽ പറയുന്നു, ഹദരത്ത് ഫാത്തിമ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഏറ്റവും ചെറുതായിരുന്നു, ഇളയ മകളായിരുന്നു. അവർ ഹദരത്ത് ഖദീജയിൽ നിന്നാണ് ജനിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മക്കളിൽ ഹദരത്ത് ഫാത്തിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അവർ തൻ്റെ വ്യക്തിഗത മേന്മകൾ കാരണം അതിന് ഏറ്റവും അർഹയുമായിരുന്നു. അവരിൽ ഒരുപാട് സവിശേഷതകളും ഉണ്ടായിരുന്നു. അവർക്ക് ഏകദേശം 15 വയസ്സ് ആയപ്പോൾ വിവാഹാലോചനകൾ വന്നു തുടങ്ങി. ഏറ്റവും ആദ്യം വിവാഹ അഭ്യർത്ഥന നടത്തിയത് ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പക്ഷെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കി. പിന്നെ ഹദരത്ത് ഉമർ അപേക്ഷിച്ചെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ചില്ല. അതിനുശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം ഹദരത്ത് അലിയെ സംബന്ധിച്ചാണെന്ന് മനസ്സിലാക്കിയ ഈ 2 മഹാത്മാക്കളും ഹദരത്ത് അലിയോട് ഫാത്തിമയെ സംബന്ധിച്ച് വിവാഹാഭ്യർത്ഥന നടത്താൻ പറഞ്ഞു. മറുഭാഗത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി മുഖേന ഹദരത്ത് ഫാത്തിമയുടെ വിവാഹം ഹദരത്ത് അലിയുമായി നടത്താൻ സൂചന ലഭിച്ചിരുന്നു. ഹദരത്ത് ഫാത്തിമയോട് ചോദിച്ചപ്പോൾ അവർ ലജ്ജ കാരണം നിശബ്ദയായി നിന്നു, ഒന്നും പറഞ്ഞില്ല. പക്ഷേ ലജ്ജ കാണിച്ചു. പറയുന്നു, ഇതും ഒരു തരത്തിലുള്ള സമ്മതം തന്നെയാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഒരു കൂട്ടം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഹദരത്ത് അലിയുമായി ഹദരത്ത് ഫാത്തിമയുടെ നിക്കാഹ് വിളംബരപ്പെടുത്തി. ഇത് ഹിജ്റി 2-ാം വർഷം ആരംഭത്തിലോ പകുതിയിലോ ആയിരുന്നു. അങ്ങനെ ഹദരത്ത് അലിയുടെയും ഫാത്തിമയുടെയും നിക്കാഹ് വിളംബരപ്പെടുത്തി. ഇത് ഹിജ്റി 2-ാം വർഷം ആരംഭത്തിലോ പകുതിയിലോ നടന്നതാണ്. അതിനുശേഷം ബദർ യുദ്ധമുണ്ടായി. ദുൽഹിജ്ജ മാസത്തിലായിരുന്നു വീട് കൂടുന്നതിനെ പറ്റി അഭിപ്രായമുണ്ടായത് എന്ന് തോന്നുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അലി വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ പക്കൽ മഹ്ർ കൊടുക്കാൻ വല്ലതുമുണ്ടോ? ഹദരത്ത് അലി പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പക്കൽ ഒന്നും തന്നെയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ ബദറിലെ ഗനീമത്ത് മുതലുകളിൽ നിന്ന് താങ്കൾക്ക് നൽകിയ പടച്ചട്ട എവിടെ? ഹദരത്ത് അലി പറഞ്ഞു, അത് എൻ്റെ പക്കലുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കൊണ്ടുവരൂ. അങ്ങനെ പ്രസ്തുത പടച്ചട്ട 480 ദിർഹമിന് വിറ്റു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തുക കൊണ്ട് വിവാഹത്തിനുള്ള ചിലവുകൾ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ സമ്മാനമായി ലേസുള്ള വിരിയും ഈന്തപ്പനയുടെ ഉണക്ക ഇല നിറച്ച ഒരു കിടക്കയും ഒരു വെള്ളപാത്രവുമാണ്. ഒരു നിവേദനത്തിൽ ഹദരത്ത് ഫാത്തിമ വിവാഹ സമ്മാനത്തിൽ ഒരു അരക്കല്ലും ലഭിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. സാധനങ്ങളെല്ലാം തയ്യാറായപ്പോൾ വീടിനെ പറ്റിയുള്ള ചിന്തയായി. ഹദരത്ത് അലി അതുവരെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിലെ ഏതോ ഒരു ഇടുങ്ങിയ മുറിയിലായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ വിവാഹശേഷം ഭാര്യ ഭർത്താക്കന്മാർക്ക് താമസിക്കാൻ ഒരു വീട് ആവശ്യമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അലിയോട് പറഞ്ഞു,
നിങ്ങൾ രണ്ടുപേരും താമസിക്കാൻ വലിയ വീടും അന്വേഷിക്കുക. ഹജരത്ത് അലി താൽക്കാലികമായി താമസത്തിന് ഒരു വീട് ഏർപ്പാടാക്കി. അതിലേക്കാണ് ഹജരത്ത് ഫാത്തിമയെ കൊണ്ടുവന്നത്. വീട് കൂടി അതേ ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത വീട്ടിലെത്തി കുറച്ച് വെള്ളം വാങ്ങി ദുആ ചെയ്ത ശേഷം ഹജരത്ത് അലിയുടെയും ഹജരത്ത് ഫാത്തിമയുടെയും മേൽ തെളിക്കുകയുണ്ടായി. ദുആ ഞാൻ നേരത്തെയും കേൾപ്പിച്ചതാണ്. അല്ലാഹുമ്മ ബാരിക് ഫീഹിമ വബാരിക് അലൈഹിമ വബാരിക് ലഹുമ നസ്ലുഹുമ. ഈ ദുആ വിവാഹത്തിൽ പ്രവേശിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കളും ചെയ്യേണ്ടതാണ്. ഇക്കാലത്ത് വിവാഹത്തിന് ശേഷം ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം ഭൗതികതയോടുള്ള അഭിനിവേശം വർദ്ധിച്ചതാണ്. ദീനിലേക്കും ദൈവിക കൽപ്പനകളിലേക്കും ശ്രദ്ധ കുറവാണ്. ദീനിനെ മുന്തിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ദുആ ചെയ്യുകയാണെങ്കിൽ, പിന്നെ മാതാപിതാക്കൾ തങ്ങളുടെ ഭാഗം അതുപോലെ നിറവേറ്റുകയുമാണെങ്കിൽ, തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ ബന്ധങ്ങൾ നിലനിൽക്കുന്നതാണ്. ഈ ദുആയുടെ അർത്ഥം ഇപ്രകാരമാകുന്ന: അള്ളാഹുവെ, ഇവരുടെ കൂടിച്ചേരലിൽ അനുഗ്രഹം നൽകണമേ, മറ്റുള്ളവരുമായും അവരുടെ ബന്ധത്തിലും അനുഗ്രഹം നൽകണമേ, അവരുടെ സന്തതികളിലും അനുഗ്രഹം നൽകണമേ. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നവദമ്പതികളെ വിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം ഒരു ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജരത്ത് ഫാത്തിമയുടെ വീട്ടിലെത്തിയപ്പോൾ ഹജരത്ത് ഫാത്തിമ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു: ഹാരിസ ബിൻ നുഅ്മാൻ അൻസാരിയുടെ പക്കൽ ചില വീടുകളുണ്ട്. അദ്ദേഹത്തോട് അതിൽ ഏതെങ്കിലും വീട് ഞങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു തരാൻ പറഞ്ഞാലും ഞങ്ങൾ അവിടേക്ക് മാറിക്കൊള്ളാം. അതുപോലെ താങ്കളുടെ അടുത്തും ആകും അപ്രകാരം താമസം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അതെ, നമുക്ക് വേണ്ടി ഒരുപാട് വീടുകൾ മുമ്പ് ഒഴിഞ്ഞു തന്നതാണ്. ഇനി അദ്ദേഹത്തോട് പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. ഹാരിസക്ക് എങ്ങനെ ഇതേപ്പറ്റി അറിവ് ലഭിച്ചപ്പോൾ അദ്ദേഹം ഓടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിലെത്തി പറഞ്ഞു: യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ എല്ലാം തന്നെ അങ്ങയുടേതാണ്. അള്ളാഹു ആണ്. അങ്ങേക്ക് ആവശ്യമുള്ളത് എന്നിൽ നിന്നും സ്വീകരിക്കുന്നത് അത് എൻ്റെ പക്കൽ ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. തുടർന്ന് ഈ ആത്മാർത്ഥനായ സഹാബി നിർബന്ധപൂർവ്വം തൻ്റെ ഒരു വീട് ഒഴിവാക്കി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമർപ്പിക്കുകയുണ്ടായി. ഹജരത്ത് അലിയും ഫാത്തിമയും അവിടേക്ക് പാർക്കുകയും ചെയ്തു. ഹജരത്ത് അലിയും ഹജരത്ത് ഫാത്തിമയും പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും ഏറെ ഉണ്ടായിരുന്നിട്ടും സ്വാത്വികതയുടെയും ഉള്ളതിൽ തൃപ്തിപ്പെടുന്നതിൻ്റെയും അനുപമ മാതൃകയായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. ഹദീസിൽ പറയുന്നു, ഹജരത്ത് അലി നിവേദനം ചെയ്യുന്നു, ഹജരത്ത് ഫാത്തിമ ആട്ടുകല്ല് അരിയാത്തത് കൊണ്ട് തൻ്റെ കൈക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി ബോധിപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുറച്ച് ബന്ദികൾ വന്നിരുന്നു. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പോയി. പക്ഷെ അവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിഹിതനായിരുന്നില്ല. അവർ ഹജരത്ത് ആയിഷയുടെ അടുക്കിലെത്തി താൻ വന്ന കാര്യം ബോധിപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തിയപ്പോൾ ഹജരത്ത് ആയിഷ ഹജരത്ത് ഫാത്തിമ വന്ന കാര്യം പറഞ്ഞു. ഹജരത്ത് ഫാത്തിമ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ വന്നു. ഞങ്ങൾ അപ്പോൾ കിടക്കുകയായിരുന്നു. ഞങ്ങൾ എഴുന്നേൽക്കാൻ തുനിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ കിടന്നുകൊള്ളുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കിടയിലിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൻ്റെ തണുപ്പ് എൻ്റെ നെഞ്ചിൽ അനുഭവപ്പെട്ടിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അതെന്താണെന്നാൽ, നിങ്ങൾ കിടക്കുമ്പോൾ 34 പ്രാവശ്യം അല്ലാഹു അക്ബർ, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുക. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൃത്യന്മാരെക്കാളും വേലക്കാരെക്കാളും കൂടുതൽ ഉത്തമമാകുന്നു. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, ഹദരത്ത് ഫാത്തിമ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ വേലക്കാരനെ ചോദിക്കുന്നതിന് വേണ്ടി വന്നു. ജോലി ഭാരത്തെ പറ്റി പരാതി പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേലക്കാരെക്കാളും ഉത്തമം കിടക്കാൻ പോകുമ്പോൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയുകയാണ്. ഇത് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമാണ്. ഇത് മുസ്ലിമിനുള്ള നിവേദനമാകുന്നു. ഹസരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഈ സംഭവം ബുഖാരിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഹജരത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആട്ടുകല്ലിൽ അരക്കുന്നത് കൊണ്ട് പ്രയാസമുണ്ടെന്ന് പരാതിപ്പെടുകയുണ്ടായി. ഇതിനിടയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ കുറച്ച് അടിമകൾ എത്തിയിരുന്നു. ഹജരത്ത് ഫാത്തിമ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക്
വന്നെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ തിരുനബി ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് താൻ വരാനിടയായ കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചു വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയപ്പോൾ ഹസ്രത്ത് ആയിഷ ഹസ്രത്ത് ഫാത്തിമ വന്ന കാര്യം അറിയിച്ചു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഞങ്ങളുടെ അടുക്കലെത്തി. ഞങ്ങൾ കിടക്കയിൽ കിടക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് കണ്ടപ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കാൻ തുനിഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ കിടന്നുകൊള്ളുക. പിന്നെ ഞങ്ങൾക്കിടയിൽ വന്നിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൻ്റെ തണുപ്പ് എനിക്ക് നെഞ്ചിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ടതിനേക്കാൾ ഉത്തമമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അത് നിങ്ങൾ കിടക്കുമ്പോൾ 34 പ്രാവശ്യം അല്ലാഹു അക്ബർ, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് ചൊല്ലുകയാണ്. ഇത് നിങ്ങൾക്ക് വേലക്കാരെക്കാളും ഉത്തമമാകുന്നു. ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു പറയുന്നു, ഇതിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്ത് വിതരണം ചെയ്യുന്നതിൽ വളരെ കരുതൽ കാണിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. ശ്രദ്ധ കാണിച്ചിരുന്നു. ഹദരത്ത് ഫാത്തിമയ്ക്ക് വേലക്കാരന് ആവശ്യമുണ്ടായിരുന്നു. ആട്ടുകല്ലിൽ അരക്കുന്നത് കൊണ്ട് കയ്യിൽ പ്രയാസവും അനുഭവപ്പെട്ടിരുന്നു. എന്നിട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖാദിമിനെ നൽകിയിട്ടില്ല. മറിച്ച് ദുആക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് ചെയ്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഹദരത്ത് ഫാത്തിമയ്ക്ക് വേലക്കാരനെ നൽകാമായിരുന്നു. കാരണം സമ്പത്ത് വിതരണം ചെയ്യാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലായിരുന്നു വന്നിരുന്നത്. അതാകട്ടെ സ്വഹാബാക്കൾക്ക് വിതരണം ചെയ്യാനാണ് വന്നിരുന്നത്. അതിൽ ഹദരത്ത് അലിക്കും പങ്കുണ്ടായിരുന്നു, ഹദരത്ത് ഫാത്തിമയ്ക്കും പങ്കുണ്ടായിരുന്നു. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അവധാനതയോടെ കരുതലോടുകൂടിയാണ് പ്രവർത്തിച്ചത്. ഈ ബന്ധത്തിൽ നിന്ന് തൻ്റെ ബന്ധുമിത്രാദികൾക്ക് ഈ സമ്പത്തിൽ നിന്ന് കിട്ടണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചില്ല. കാരണം പിന്നീട് വരുന്നവർ അതിൽ നിന്ന് മറ്റെന്തെങ്കിലും അർത്ഥമെടുക്കുകയും രാജാക്കന്മാർ പൊതുസമ്പത്ത് തങ്ങളുടെ അവകാശമായി ഗണിക്കാൻ തുടങ്ങാനും സാധ്യതയുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് രാജാക്കന്മാർ, അതും മുസ്ലിം രാജാക്കന്മാർ, ഇത്തരം സമ്പത്തുകൾ തങ്ങളുടെ അവകാശങ്ങളായി ഗണിക്കുന്നു. ഏതായാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടിയാണ് പ്രവർത്തിച്ചിരുന്നതും സമ്പത്ത് വിതരണം ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്നു. തൻ്റെ അടുക്കൽ വന്ന അടിമ സ്ത്രീ പുരുഷന്മാരെ അവർക്ക് നൽകിയില്ല. ഒരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. അള്ളാഹു ഈ സമ്പത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും കുടുംബത്തിനും മുമ്പ് പങ്ക് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലവാക്കിയിരുന്നത്. ബന്ധപ്പെട്ടവർക്ക് അതിൽ നിന്ന് കൊടുത്തിരുന്നു. എന്നാൽ തൻ്റെ വിഹിതമായി വരാത്തതിൽ നിന്ന് ഒരിക്കലും എടുത്തിരുന്നില്ല. തൻ്റെ ബന്ധുമിത്രാദികൾക്കും കൊടുത്തിരുന്നില്ല. ഇത്രമാത്രം ബൈത്തുൽ മാലിനെ സുരക്ഷിതമാക്കിയ വല്ല രാജാക്കന്മാരെയും ഭൗതിക ലോകത്തിന് കാണിച്ചു തരാൻ സാധിക്കുമോ? എന്തെങ്കിലും ഉദാഹരണമുണ്ടെങ്കിൽ അതും ആ പരിശുദ്ധാത്മാവിൻ്റെ സേവകരിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റു മതങ്ങൾക്ക് അതിന് തത്തുല്യമായത് സമർപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് പറയുന്നതാണ്. ഇനി ഞാൻ വീണ്ടും ലോകത്തിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ച് ദുആക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്കയിലെ ചില എഴുത്തുകാരും പകരം ചോദിക്കുന്നതിനും പകരം വീട്ടുന്നതിനും ഒരു പരിധി വേണമെന്നും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ തങ്ങളുടെ ഭാഗതയും തങ്ങളുടെ പങ്ക് നിർവഹിക്കണമെന്നും രഞ്ജിപ്പിനും യുദ്ധം അവസാനിപ്പിക്കാനും കൂടുതൽ ശ്രദ്ധിക്കണമെന്നും പത്രങ്ങളിൽ എഴുതിയിരിക്കുന്നു. തുടർന്ന് പറയുന്നു, എന്നാൽ ഇവർ യുദ്ധം ഇല്ലാതാക്കുന്നതിന് പകരം അത് ആളിക്കത്തിക്കുവാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ ഇന്നലത്തെ വാർത്തയിൽ ഇപ്പോൾ പരിധി വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അമേരിക്കയിലെ വിദേശകാര്യ വകുപ്പിലെ ഒരു ഓഫീസർ രാജിവെച്ചതായി വന്നിരിക്കുന്നു. ഫലസ്തീനി നിരപരാധികൾക്ക് മേൽ വലിയ അതിക്രമങ്ങളാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്. അവരെ വൻശക്തികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരിലും നല്ല ആളുകളുണ്ട്. അതുപോലെ ചില യഹൂദ പുരോഹിതന്മാരും ഇവർക്ക് വേണ്ടിയും അക്രമത്തിനെതിരിലും സംസാരിക്കുന്നുണ്ട്. റഷ്യൻ വിദേശകാര്യ മന്ത്രി പറയുന്നു, ഈ രാജ്യങ്ങൾ ഇത്തരം നിലപാട് തുടർന്ന് പോയാൽ ഈ യുദ്ധം ആ ഭൂപ്രദേശത്ത് മുഴുവനായും വ്യാപിക്കുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്ത് മുഴുവൻ വ്യാപിക്കുമെന്നാണ്. അതുകൊണ്ട് ബോധപൂർവം പ്രവർത്തിക്കേണ്ടതാണ്. ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തണം. ലോകത്ത് 53-54 മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. അവർ ഒന്നിച്ച് ശബ്ദമുയർത്തിയാൽ അത് വലിയ ശക്തിയായി തീരും. അതിൻ്റെ സ്വാധീനവും ഉണ്ടാകും. അല്ലാതെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഒരു പ്രഭാവവും ഉളവാക്കുന്നതല്ല. ഇതുമാത്രമാണ് ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ
സ്ഥാപിക്കാനും ഈ യുദ്ധം അവസാനിപ്പിക്കാനും ഏകമാർഗം, ഏകോപാധി. അതുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾക്ക് ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ തങ്ങളുടെ വലിയ റോൾ നിർവഹിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് അവർക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതായാലും നമ്മൾ ദുആയിൽ ഊന്നൽ നൽകുക. അള്ളാഹു ഈ യുദ്ധം അവസാനിപ്പിക്കട്ടെ. നിരപരാധികളും മർദ്ദിക്കപ്പെട്ടവരുമായ പലസ്തീനികളെ സംരക്ഷിക്കുമാറാകട്ടെ. അവർക്ക് മേൽ അതിക്രമം വർദ്ധിപ്പിക്കാതിരിക്കട്ടെ. ലോകത്ത് എവിടെയുമുള്ള അക്രമവും അള്ളാഹു അവസാനിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ദുആകൾക്കുമുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.